ഈ വർഷം ജനുവരിയിൽ തുടങ്ങിയ കല്യാണ സീസണാണ് ഇത് ഇതുവരെ തീർന്നിട്ടില്ല. ഇതിപ്പോൾ എൻ്റെ വീട്ടിലെ ഒരു കല്യാണമാണ്, എൻ്റെ കസിൻ ചേട്ടൻ്റെ കല്യാണം. പിന്നെ ഈ കല്യാണം കുറച്ച് സ്പെഷ്യലാണ്. ബിക്കോസ് വീട്ടുകാരുടെ എതിർപ്പൊക്കെ വകവെക്കാതെ വെയിറ്റ് ചെയ്ത് ആ വീട്ടുകാരെ കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് കല്യാണം നടത്തുവാണ്. കാരണം ചേട്ടൻ ക്രിസ്ത്യാനിയും ചേച്ചി ഹിന്ദുവാണ്. അപ്പോൾ ഇന്ന് ഞാൻ സാരിയാണ് കേട്ടോ കൊടുക്കുന്നത്. എപ്പോഴും എനിക്ക് അമ്മയാണ് സാരി ഉടുപ്പിച്ച് തരുന്നത്. ബട്ട് ഇന്ന് അമ്മയ്ക്ക് കൂടി ഒരുങ്ങാനുള്ളത് കൊണ്ട് ഞാനൊരു പാർലറിൽ പോയിട്ട് സാരി ഡ്രേപ്പ് ചെയ്യാന്ന് കരുതി. പിന്നെ കൂട്ടത്തിൽ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഹെയർ ഒക്കെ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് പിന്നെ സ്കിൻ കെയറും ചെയ്ത് മേക്കപ്പ് കിട്ടും. പിന്നെ നേരെ പാർലറിലേക്ക് പോയിട്ടോ. അവിടെ ചെന്നപ്പോഴാണ് എനിക്കൊരു പണി കിട്ടിയ കാര്യം മനസ്സിലായത്. എൻ്റെ ബ്ലൗസ് നല്ല ടൈറ്റ് ആയിട്ടിരിക്കും, എൻ്റെ കൈ പോലും കയറുന്നില്ല. പിന്നെ ഞാൻ അവിടെ തന്നെ ഇരുന്ന് കുറച്ച് സ്റ്റിച്ചൊക്കെ അഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. സാരിയൊക്കെ പെട്ടെന്ന് തന്നെ ഉടുത്ത് കഴിഞ്ഞിട്ടോ. അത് കഴിഞ്ഞ് ഹെയർ ഒന്ന് സെറ്റ് ചെയ്തു. അവിടെ നിന്ന് നേരെ കല്യാണം നടക്കുന്ന കൺവെൻഷൻ സെന്ററിൽ എത്തിയിട്ടോ. ശിങ്കാരി മേളത്തോടെയാണ് കേട്ടോ ചെക്കനെ വെൽക്കം ചെയ്തത്. അത് കഴിഞ്ഞ് ചേച്ചിയുടെ എൻട്രൻസിനായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് നോക്കിയപ്പോൾ കല്യാണപ്പെണ്ണ് പല്ലക്കിൽ വരുന്നു. പണ്ടത്തെ രാജകുമാരികളൊക്കെ കൊണ്ടുവരില്ലേ, അതുപോലെ തോന്നി. പിന്നെ ചേച്ചിയും പല്ലക്കിൽ നിന്ന് ഇറങ്ങി ആ ചെണ്ടമേളത്തിന്റെ ഒപ്പം കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ചിട്ടാണ് ചെറുക്കൻ്റെ അടുത്തേക്ക് പോയത്. എന്താ പറയാ, ഒരു ഉത്സവത്തിന്റെ ഇടയിലൊക്കെ പോയി നിൽക്കുന്ന ഒരു ഫീലില്ലേ, അതായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ താലി കെട്ടിന്റെ ടൈം ആയപ്പോഴേക്ക് രണ്ടുപേരും സ്റ്റേജിലേക്ക് കയറിട്ടോ. ഇവിടെ മുഹൂർത്തവും സമയവും ഒന്നും നോക്കുന്നില്ല. ചെറുക്കന്റെയും പെണ്ണിന്റെയും അടുത്ത ഫാമിലി മെമ്പേഴ്സും സ്റ്റേജിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു റിലീജിയന്റെയും ചടങ്ങുകളില്ലാതെ അവരെ സ്നേഹിക്കുന്ന അടുത്ത ബന്ധുക്കളുടെയും ക്ലോസ് ഫ്രണ്ട്സിനെയും സാക്ഷിയാക്കി താലി കെട്ടിയുള്ള ഒരു പക്ക കേരള വെഡിങ് ആയിരുന്നു കേട്ടോ അത്. ആ താലി കെട്ടുന്ന ടൈമിലൊക്കെ ഭയങ്കര ഹാപ്പിനെസ് തോന്നി. എന്താണെന്നറിയില്ല, നല്ല വൈബ് ഉണ്ടായിരുന്നു. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും പിന്നെ അവരുടെ ആ ഒരു സ്റ്റോറിയൊക്കെ അറിയാവുന്നതുകൊണ്ട് നമ്മുടെ ഇങ്ങനെ മനസ്സ് നിറഞ്ഞുള്ളൊരു സന്തോഷം തോന്നൂലേ, ആ ഒരു മൊമെന്റിൽ അതായിരുന്നു കേട്ടോ ഫീൽ ചെയ്തത്. പിന്നെ നമ്മുടെ മെയിൻ കലാപരിപാടി ആയിട്ടുള്ള സദ്യയിലേക്ക് കിടന്നു. നല്ല സദ്യ ആയിരുന്നു കേട്ടോ. അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം പിള്ളേരൊക്കെ കളിക്കുന്നതൊക്കെ നോക്കിയിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ രണ്ട് കുട്ടികൾ വന്നിട്ട് എൻ്റെ വീഡിയോസ് കാണാറുണ്ട് എന്ന് പറഞ്ഞ് എന്നോടൊന്ന് സംസാരിച്ചിട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് എന്നോടൊന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടുകാരുടെ അടുത്തും കസിൻസിൻ്റെ അടുത്ത് കുറച്ച് ഷോ ഇറക്കിയായിരുന്നു കേട്ടോ. പിന്നെ ചെറുക്കനും പെണ്ണിനും വീട്ടിലേക്ക് പോകാനുള്ള ടൈം ആയിട്ടോ. സദ്യയൊക്കെ കഴിച്ച ആൾക്കാരൊക്കെ ക്ഷീണിച്ചിട്ടുണ്ടാവും എന്നോർത്ത് എനിക്ക് തെറ്റി. കാര്യം എൻട്രൻസിന് എന്ത് എനർജി ആയിരുന്നു, അതേ എനർജി തന്നെ കേട്ടോ ചേച്ചിയുടെ വീട്ടുകാർ ചേച്ചിയുടെ യാത്രയാക്കിയത്. കാര്യസ്ഥലെ ആ മംഗളങ്ങൾ വാരിക്കൊരു എന്ന പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിച്ചാണ് കേട്ടോ അവർ ആ സ്റ്റേജ് മുതൽ ആ കൺവെൻഷൻ സെന്ററിന്റെ എൻട്രൻസിന്റെ ഡോർ വരെ അവരെ ഡാൻസും കളിച്ച് ആ പാട്ട് മുഴുവനും അവർ ഡാൻസ് കളിക്കുമായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് ചേച്ചിയുടെ പാരന്റ്സിന്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് അവർ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ചേട്ടന്റെ വീട്ടിലേക്ക് വന്നിട്ടോ. അതിന്റെ രണ്ടുപേരുടെ നെറ്റിയിലെ കുരിശും വരച്ച് ചേച്ചിയുടെ കയ്യിൽ കത്തിച്ച് തിരി കൊടുത്തു. അങ്ങനെ തിരി പിടിച്ചോണ്ടാണ് കേട്ടോ ചേച്ചി വീട്ടിലേക്ക് കയറിയത്. രണ്ടുപേരും നല്ല ടയേർഡായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും. പിന്നെ അതിന്റെ രണ്ടുപേർക്കും മധുരം കൊടുത്തിട്ടോ. ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനാണ് കേട്ടോ ചേട്ടൻ പറയുന്നത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ കല്യാണ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഞാൻ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.